ഹായ് അസ്സലാമു അലൈക്കും. അജിതാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നില്ലേ ഞാൻ മക്കൾ കുറേ ദിവസമായി പൊതിച്ചോറുണ്ടാക്കണം എന്ന് ചെല്ലുന്ന ഇന്ന് മക്കളുടെ ആശ പോലെ ഞാൻ പൊതിച്ചോറുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറേ പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി എടുത്തിട്ടുണ്ട്, പിന്നെ വറവിനും വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ എടുത്തിട്ടുണ്ട്, പിന്നെ എന്താ പറയുന്നത്, മീൻ പൊരിക്കാൻ എടുത്തിട്ടുണ്ട്, പപ്പടം എടുത്തിട്ടുണ്ട്, മുട്ട പൊരിക്കാൻ എടുത്തിട്ടുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ കുഴക്കക്കറിയും വെക്കുന്നുണ്ട്, കാബേജ് വറവും വെക്കുന്നുണ്ട്. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടിയിട്ട് ഇപ്പം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഇന്ന് ഞാൻ എല്ലാം ഉണ്ടാക്കുന്ന പുറത്ത് കിച്ചണിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ എന്താക്കി, ചോറിന് അരി കയറ്റി വെച്ച്. അപ്പോൾ ഇത് കറമ്പലരിയാണ്, അപ്പോൾ അതിനോട് കുറച്ച് വേവ് കൂടുതൽ. അങ്ങനെ ഞാൻ എന്താക്കി, കുറച്ച് അരിയെല്ലാം കയറ്റി വെച്ച്. അപ്പോൾ അത് തിളക്കാനായിട്ടുണ്ട്. അപ്പോൾ റൈസ് കുക്കറിലേക്ക് മാറ്റിയിട്ട് വെക്കാലിട്ട് ബിയ്യന്നെ അന്നത്തെ ഞാൻ എന്താക്കി കുഴക്കണ്ടായി. അപ്പോൾ അതിനെ മുറിച്ചിട്ട് കുഴക്കാൻ്റെ വറവ് വെക്കാന്ന് വെച്ച്. അങ്ങനെ കുഴക്കാൻ മുറിച്ച് ഒരു കുക്കർ എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കാസർഗോട്ടാറ് വെക്കുന്ന അതേ ഒരു രീതിക്ക് കുഴക്കക്കറി വെക്കുന്നവാ. ആദ്യം തന്നെ ഞാൻ കുറച്ച് എണ്ണ കൂട്ടിയിട്ടായിട്ട് കുക്കറിലേക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കാൻ ഇട്ട്. അപ്പോൾ ചോറിൻ്റെ വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വെള്ളം കൂട്ടി കൊടുത്ത് എന്നിട്ടായിട്ട് അതിലേക്ക് വെളുത്തുള്ളിയും കറിവേപ്പിലും ഇട്ടിട്ടായിട്ട് നേരത്തെ മുറിച്ച് വെച്ചാൽ മറ്റേ ഇതില്ലേ കുഴക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് എന്തായിട്ട് നല്ല പോലെ മിക്സാക്കി. അതിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണോ. എന്നിട്ടായിട്ട് അതിലേക്ക് കുറച്ച് നമുക്ക് എന്താ പറയുന്നത്, കുറച്ച് തേങ്ങ ചിരകിയതില്ലേ അത് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിനനുസരിച്ചിട്ട് എന്തായിട്ട് നല്ല പോലെ മിക്സാക്കിയിട്ട് അപ്പോൾ അത് 2 വിസിലടിക്കുമ്പോൾ അത് റെഡി ആയിട്ട് വരും. അപ്പോൾ ആ നേരത്തെ ഞാൻ കാബേജ് വറവ് ഉണ്ടാക്കുന്നുണ്ടവാ. നിങ്ങൾ എന്ത് ഈ കാബേജിനെ പറയുന്നത് അറിയാലോ, ഞങ്ങളുടെ കാബേജ് എന്ന് പറയുന്നത്. അപ്പോൾ കാബേജിനെ നല്ല പോലെ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് കാബേജ് മുറിക്കാൻ എന്തോ ഒരു ഇഷ്ടം, എന്തെന്നറിയാലോ. കാബേജ് മുറിക്കുമ്പോൾ അവരെന്തോ ഒരു പാങ്ങനെ. അപ്പോൾ ഞാൻ കാബേജ് ഇങ്ങനെ മുറിച്ചിനെ. അപ്പോൾ ഞാൻ അങ്ങനെ കാബേജ് കറി വെക്കൽ കുറവ്. ഇവിടെ അങ്ങനെ ആരും കൂട്ടുന്നില്ല, ഈ പിള്ളേരും വലിയ ആളൊന്നും. ഞാനും 2 ആൾ കൂട്ടും, പിന്നെ ആരും കൂട്ടേറാം. അപ്പോൾ ഞാൻ ഈ കാബേജ് മുറിച്ചതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് എന്നിട്ടായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എന്നിട്ടായിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ടായിട്ട് നല്ല പോലെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മിക്സ് ആക്കണം. ഞങ്ങളിവിടെ കാസർഗോട്ടാറ് വെക്കുന്നത് ഇങ്ങനെ. നിങ്ങൾ എങ്ങനെ വെക്കുന്നത് എനിക്കറിയാലോ, വേറെയുള്ള ആൾ കാസർഗോട്ടാറല്ലാത്ത ആൾ. ഞങ്ങളുടെ ഇങ്ങനെ എന്നിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കണം. ഉപ്പും തേങ്ങാവും മഞ്ഞൾപ്പൊടിയും കാബേജും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഞണ്ടിയിട്ട് മിക്സാക്കി എന്നിട്ടായിട്ടാണ് ഞങ്ങൾ കറി വെക്കുന്നുള്ള. എങ്ങനെയാണെന്നറിയോ, ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നത്. എന്നിട്ടായിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടായിട്ട് കടുക് പൊട്ടിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ പഴയ ചീനച്ചട്ടി, ഇത് എണ്ണയിലപ്പം ചുട്ടിട്ട് ഇങ്ങനെ ആയിപ്പോയതവാ. ഇനിയിലേക്ക് കുറച്ച് ഓയിൽ കൂട്ടിയിട്ടായിട്ട് കടുക് ഇട്ട് കൊടുക്കണം, കടുക് പൊട്ടിക്കാൻ. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചതില്ല അത് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിച്ചപ്പല ഇടണം. കറിച്ചപ്പല നമ്മൾ എന്താ പറയുന്നത്, അതിലേക്ക് മിക്സാക്കിയെങ്കിലും ആവും, ഇതിലേക്ക് ഇട്ട് കൊടുത്തെങ്കിലും ആവും. അപ്പം ഞാനിവിടെ കറിച്ചപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ ഒരു മൂത്തിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ നേരത്തെ മിക്സാക്കിയിട്ട് വെച്ച കാബേജില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സാക്കുക. ഈ കടുവും വെളുത്തുള്ളിയും ഓയിലും കറിച്ചപ്പല എല്ലാം കൂടിയിട്ട് നല്ല പോലെ മിക്സാക്കിയിട്ടായിട്ട് ഇതിലേക്ക് വെള്ളമൊന്നും കൂട്ടുന്നില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ അത് വേകുന്ന നേരത്ത് ഞാൻ എന്താക്കി, സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ട സാധനം എല്ലാം നല്ല പോലെ കയറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാർ എന്ന് വെച്ചെങ്കിൽ എൻ്റെ പിള്ളേർക്ക് അത്ര ഇഷ്ടം. ഇവിടെ ഞാൻ സാമ്പാർ ഉണ്ടാക്കൽ കുറവ്. ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമൊന്നുമില്ല, എനിക്ക് വലിയ ആൾക്ക് വലിയ ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടപ്പാ, വലിയ ആൾക്ക് വലിയ ഇഷ്ടമില്ല ആണുങ്ങൾക്കൊന്നും. അപ്പോൾ അതിനോട് സാമ്പാർ ഉണ്ടാക്കൽ ഞാൻ കുറവ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറെന്നില്ലെങ്കിലേ എനിക്ക് അങ്ങനെ തേങ്ങ അരച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും എനിക്ക് സാമ്പാർ എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട സാമ്പാറില്ലെങ്കിൽ ഞാൻ വെക്കുന്നത് ഇങ്ങനെ നോക്കിക്കോ. സാമ്പാറിൻ്റെ ഉണ്ടാകുന്ന എല്ലാ ഐറ്റംസും ഇല്ല ഇങ്ങനെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതെങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് നേരെ അറിയാലാവാ. എൻ്റെ തോലെല്ലാം ഞാൻ ചാടലുണ്ടാന്ന് അറിയാലോ, അങ്ങനെ ഇടലാന്ന്. അപ്പോൾ ഇതിൻ്റെ പേരും അറിയാലോ ഇതെന്തെന്ന്, ഈ പച്ചക്കറി.
അപ്പോൾ ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അടുക്കായിട്ടുണ്ടാവും സാമ്പാർ വെക്കാത്ത. സാമ്പാറുടെ ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമോ പിള്ളേർക്കെല്ലാം മാത്രമോ വലിയ ആണുങ്ങൾ ഓരോന്നും കൂട്ടാത്തപ്പോൾക്ക് അങ്ങനെ സാമ്പാർ എങ്ങനെ വെക്കുന്ന ഒരാൾക്കും വേണ്ടിയിട്ട് ഞാൻ സാമ്പാർ വെക്കല്ല. അതിൻ്റെ ഇടയിലില്ല എൻ്റെ മോളില്ല നല്ല ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. തേങ്ങ ചമ്മന്തിയില്ലേ, ചോറിൽ പൊതിച്ചോറ് ഉണ്ടാക്കുമ്പോൾ അതിൽ തേങ്ങ ചമ്മന്തി ഉണ്ടാകുന്നല്ലോ, അങ്ങനെ ഓളുണ്ടാക്കിയത്. എന്നിട്ട് ഞാൻ എന്താക്കിയറിയോ, ഈ സാമ്പാറിൻ്റെ വെജിറ്റബിൾസ് എല്ലാം മുറിച്ചിട്ട് വെച്ച് എല്ലാം ടൊമാറ്റോവും പിന്നെ ഓണിയനും എല്ലാം മുറിച്ചിട്ടായിട്ട് ഒന്നാകെ ഇട്ട് കൊടുത്ത്, എന്നിട്ട് കുറച്ച് പരിപ്പില്ല അതും കഴുകിയിട്ട് അത് ഇട്ട് കൊടുത്ത്, കുറച്ചല്ലെങ്കിൽ ഒരു പൊടിയോളം പരിപ്പ്, എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്ത്, എന്നിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, എന്നിട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത്, എന്നിട്ടായിട്ടില്ലേപ്പാ അതിലേക്ക് 1/4 ടേബിൾ സ്പൂണില്ല പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ഇട്ട് കൊടുക്കുന്നത് സാമ്പാർ പൊടിയില്ലേ നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം കിട്ടും, ആ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂണ് നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് വെള്ളം കൂട്ടി, വെള്ളം നമുക്ക് എത്ര എന്താ പറയുന്ന ഈ പച്ചക്കറിയിൽ നിന്നെല്ലാം വെള്ളമാവുമല്ലോ, അങ്ങനെ വെള്ളം ഞാൻ ഇത്ര തന്നെ കൂട്ടി കൊടുക്കുന്നത്. നോക്കിക്കോ, ഒരു മേലക്കല്ല ഈ പച്ചക്കറീൻ്റെ എല്ലാം താഴക്കായിട്ട് കുട്ടി കൊടുത്തിന്. എന്നിട്ട് കഴിഞ്ഞിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ എൻ്റെ കുക്കറിൽ അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവാ. അപ്പോൾ ആ നേരത്തെ ഞാൻ ഒരു 2 മുട്ട എടുത്തിട്ട് കുറച്ച് പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് കാച്ചിട്ട് എടുക്കുന്നുണ്ടാവാ. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പൊരിച്ചിട്ട് എന്നിട്ട് മുട്ടയുടെ ഒരു സൈഡ് റെഡി ആയിട്ടാകുമ്പോൾ അത് മറിച്ചിട്ട് കൊടുത്തിട്ട് അത് വെച്ച് പിന്നെ ഞാൻ എന്താക്കി പപ്പടം പൊരിച്ചേക്കുന്നുണ്ട്. പപ്പടം കുറേ നേരം പൊരിച്ചിട്ട് വെക്കാനല്ലോ നിൽക്കുമല്ലോ, അങ്ങനെ ഞാൻ പൊരിച്ചിട്ട് ഒരു ടിന്നിലിട്ടിട്ട് വെക്കാരിച്ച്, അങ്ങനെ ടിന്നിലെല്ലാം ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് അത് വെച്ച്. എന്നിട്ടായിട്ട് ഞാൻ എന്താക്കി നമ്മളെ സാമ്പാർ പൊട്ടിയിട്ട് അതിന് ആ പപ്പടം കാച്ചി അതേ ഓയിലിലേക്ക് തന്നെ കടു പൊട്ടിച്ചിട്ട് സാമ്പാറും കലമ്പുറന്ന്. എന്നിട്ടായിട്ട് നല്ല പോലെ തള വരുമ്പോൾ ഞാൻ അതിലേക്ക് മല്ലിച്ചപ്പിട്ടിട്ട് മൂടിയിട്ട് വെച്ച് തിളക്കുമ്പോൾ തീ ഓഫാക്കാം. ആ നേരത്ത് ഞാൻ എന്താക്കി ഇനി ബാക്കിയുള്ളത് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം മാത്രം. അപ്പോൾ മീൻ നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് മീൻ എന്ന് പറഞ്ഞെങ്കിൽ കടുവപ്പാരയാ അങ്ങനത്തെ എന്തോ ഒരു മീൻ. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു 3-4 ടേബിൾ സ്പൂണ് ഇതിട്ട് കൊടുത്ത് കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് കറിച്ചപ്പലിട്ട് അതിനായിട്ട് ചെറുനാരങ്ങ അതിൻ്റെ നീര് ഒഴിച്ച് കൊടുത്ത് ഒരു ഫുള്ള് ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ച് കൊടുത്തിന്. എന്നിട്ടായിട്ട് നല്ല പോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുത്ത് കയ്യിൽ അത്ര മുള്ളെന്തോ ഒരു കുത്തലപ്പാ. എന്നിട്ടായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് എന്നിട്ടായിട്ട് ഞാൻ മീനും പൊരിച്ചിട്ട് എടുത്ത്. അപ്പോൾ ഇത്രയാകുമ്പോൾക്ക് നമുക്ക് കുറേ ഐറ്റംസായി, ഈ പൊതിച്ചോറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന കുറേ ഐറ്റംസായി. പിള്ളേർ ആസല്ലപ്പാ എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുത്തയച്ച് ഞാൻ. അപ്പോൾ ഈ പൊതിച്ചോറിൽ കുറേ ഐറ്റംസ് കാണുമ്പോൾ ഇപ്പോൾ ഒരു പാങ്ങ്, അപ്പോൾ ചെല്ലുമ്പോൾ കുറേ ഐറ്റംസ് വേണമെന്ന് അങ്ങനെ ഞാൻ എന്താക്കി എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ട് വെച്ച്. അപ്പോൾ മീൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഞാനിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിന്. കുഴക്കാൻ്റെ വറവ്, ക്യാബേജ് വറവ്, പിന്നെ ചമ്മന്തി, മുട്ട പൊരിച്ചത്, അച്ചാറ്, സാമ്പാർ, പപ്പടം, ചോറ്, ഇത്ര റെഡിയായി. ഇനി മീനും കൂടി പൊരിച്ചിട്ടായിട്ട് ഞാൻ എന്താക്കി വാഴയിലയിൽ കെട്ടാൻ തുടങ്ങി. വാഴയില വാട്ടിയിട്ട് അതിൽ ചോറും ചമ്മന്തിയൊന്നും ഇടുമ്പോൾ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടാ അത് ഓണാക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ചോറും ഇട്ട് കൊടുത്ത് എന്നിട്ട് അച്ചാറിട്ട് കൊടുത്ത് ചമ്മന്തി ഇട്ട് കൊടുത്ത് മുട്ട പൊരിച്ചത് ഇട്ട് കൊടുത്ത് കുഴക്കാൻ്റെ വറവ് ഇട്ട് കൊടുത്ത് ക്യാബേജിൻ്റെ വറവ് ഇട്ട് കൊടുത്ത് ഇനിയിലേക്ക് ഇത് വെച്ച് കൊടുക്കാണ്ട് മീൻ പൊരിച്ചത്. അപ്പോൾ കുറച്ച് ചമ്മന്തി കുറച്ച് അധികം തന്നെ വെച്ച് കൊടുത്തിന്, എൻ്റെ മോൾക്ക് ചമ്മന്തി ഇഷ്ടം, അങ്ങനെ കുറച്ച് കൂടുതൽ തന്നെ വെച്ച് കൊടുത്ത്. പിന്നെ മീൻ പൊരിച്ചതും ആ മീനിൻ്റെ അരപ്പൂട്ടിട്ടായിട്ട് നല്ല പോലെ ഇങ്ങനെ വയൻ്റെ ഇലയിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കെട്ടുന്നതെന്ന് വെച്ചില്ലെങ്കിൽ ആ ചൂടോടെ എല്ലാം ഇട്ടിട്ടില്ല, ഒന്നാകെ ഇങ്ങനെ വയൻ്റെ ഇലയിൽ കെട്ടിയിട്ടായിട്ട് കടലാസും വെച്ചിട്ട് നല്ല പോലെ കെട്ടിയിട്ട് എടുത്തിട്ടാകുമ്പോയില്ലേ നല്ല ദമ്മായിട്ടായിട്ട് ആ വയൻ്റെ ഇലയിൽ നയിക്കുമ്പോൾ ഉണ്ട് ഒരു സ്മെല്ല് റബ്ബനാ. ആ നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം കഴിക്കുന്ന അതേ പൊതിച്ചോറിൻ്റെ ഒരു സ്മെല്ല്. അപ്പോൾ ഞാൻ ഇത് അയക്കുന്നത്
അപ്പം നല്ല പോലെ നോക്കിയേ നമ്മൾ പൊതിച്ചോറ് എങ്ങനെ ഉണ്ടാന്ന് ഷോപ്പിൽ നിന്ന് തരുമ്പോൾ അങ്ങനെ അതിന് നല്ല എല്ലാം കൂടിയിട്ട് ഇങ്ങനെ എന്ത് പറയും നല്ലൊരു മിക്സായിട്ട് മണവും നല്ല എന്തോ ഒരു സ്മെല്ല് തന്നെ ഇപ്പം. എന്നിട്ട് ഇതിൽ സാമ്പാറും കൂട്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.